ഹായ് ഫ്രണ്ട്സ്, അസ്മീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പോണത് ബസ്സിലാണ്. ശിവാജി നഗർക്കാണ് ഷോപ്പിങ്ങിനായിട്ട് പോണത്. അവിടെ പോയി നോക്കിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നേ. ആൾക്കാർ ഉന്തിയിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ നടക്കണേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ലൈറ്റൊക്കെ ഇട്ട്, പെരുന്നാളല്ലേ വരുന്നത്, അപ്പം നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ. പിന്നെ കയറുന്ന അവിടെ തൊട്ട് എൻഡിങ് വരെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഫുട്പാത്തിലൊന്നും കച്ചവടക്കാരെ കൊണ്ട് നടക്കാൻ പോലുള്ള സ്ഥലമില്ലായിരുന്നു അവിടെ. പിന്നെ അവിടെ ഒരു കബാബ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് പിന്നെയും ഡ്രസ്സ് കടകളുണ്ടായിരുന്നു. പിന്നെ അവിടെ പൂവ് വിൽക്കാനൊരു കാക്ക വന്നപ്പോഴത്തേന് സൈക്കിൾമേൽ. പിന്നെ ഞങ്ങൾ സ്വീറ്റ്സ് കഴിച്ചായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നടക്കുമായിരുന്നേ. ഞാൻ റസ്ഗുള കഴിച്ച്, ഉമ്മച്ചി ഇപ്പച്ചി ഋഷി ഓലൊക്കെ ഗുലാബ് ജാമുൻ കഴിച്ച്. എനിക്ക് ഗുലാബ് ജാമുൻ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ റസ്ഗുള കഴിച്ച്. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ അവിടെ ഉണ്ട് തീ കത്തിച്ചിട്ട് അതിൻ്റെ മേലെ ഇറച്ചി ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ കണ്ട് നടന്ന് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയി. പിന്നെ അവിടെ ചിക്കന് ബീഫും ഒക്കെ നല്ല പല തരത്തിലാണ് ഉണ്ടാക്കുന്നത്. കല്ലുമ്മലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പാറക്കല്ലുമ്മലൊക്കെയാണ് വെച്ചുണ്ടാക്കുന്നത് ഇറച്ചി. പിന്നെ അതാ നല്ല രസമുണ്ടായിരുന്നു പൂവുകളൊക്കെ കാണാൻ. പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ട് ഇങ്ങനെ പിന്നെ അവിടുന്ന് നടന്ന് പോവുമായിരുന്നു. ഡ്രസ്സ് എടുക്കാൻ നേരം വൈകും വിചാരിച്ചിട്ട്. പിന്നെ അവിടുന്ന് നടന്ന് പിന്നെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഉമ്മച്ചിക്ക് ഡ്രസ്സ് എടുക്കാൻ കയറിയതാണ്. ഉമ്മച്ചിക്ക് ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് അലീമ എന്തൊക്കെയോ അവിടെ പരിപാടി കാട്ടുന്നുണ്ട്. പൊട്ടന്മാരെ വരെയൊക്കെ ചെയ്യുന്നുണ്ട് കടൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് എല്ലാവരും ഋഷുവിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. പിന്നെ ഉമ്മച്ചിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് അവിടുന്ന് പിന്നെ ഇറങ്ങി ഇനി എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ വേറെ കളർ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാൻ നല്ല വൈബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വന്നാൽ നമുക്ക് ചെറിയ പൈസയിൽ വേണമെങ്കിൽ കുറേ ഡ്രസ്സ് എടുക്കാം. നാട്ടിലത്തെ പോലെയല്ല. ഇവിടെ ചുരിദാർ പെറ്റിനൊക്കെ 250 അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ അതാ എനിക്ക് ഇവിടെ ഡ്രസ്സ് എടുക്കാൻ കയറിയിരുന്നേ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഡ്രസ്സ് ഇഷ്ടമായില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വേറെ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ ഇവിടെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ കയറി. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് ഡ്രസ്സ് എടുത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഉണ്ട് അവിടെ ഇറച്ചി ഉണ്ടാക്കണ കണ്ടപ്പോൾ അവിടെ കയറി. എല്ലാവരും ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ കയറി. അവിടുന്ന് കബാബൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു അവിടെയൊക്കെ കാണാൻ. എല്ലായിടത്തും കണ്ട് ഇങ്ങനെ കഴിക്കാൻ. പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ കബാബ് കഴിക്കുമ്പോൾ കബാബിൻ്റെ കൂടെ നൂൽപുട്ട് കിട്ടും. അതിനിവിടെ സേമിയ എന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും 2 സേമിയയും പിന്നെ കബാബൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പോയി. പിന്നെ വീട്ടിലെത്തിയപ്പോൾ കിടന്നുറങ്ങി അങ്ങനെ തന്നെ. പിന്നെ അവിടെയൊക്കെ ആ കടയിൽ കബാബ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്തൊരു കബാബ് ഷോപ്പുണ്ട്. പിന്നെ അതൊക്കെ കണ്ടിട്ട് പിന്നെയും കഴിക്കാൻ പൂതിയാവുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് കഴിച്ച് വയറ് ഫുള്ളായതുകൊണ്ട് പിന്നെ കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ പേരുകളൊക്കെ എന്താ പറയാൻ പറ്റില്ല, അത്ര തന്നെ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഷവർമ്മ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.